നമ്മളെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കളർ. വലിയവൻ ചെറിയവനോട്, ഉള്ളവൻ ഇല്ലാത്തവനോട് എന്ന് വേണ്ട, കുടുംബ ബന്ധങ്ങളിൽ പോലും നമുക്കിന്ന് അനീതിയും അക്രമവും കാപട്യവും ഉണ്ടാകും. ഇതിൽ നിന്നൊരു മാറ്റം അനിവാര്യമല്ലേ? മാനവജനത അത് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള അനീതിയുടെ തീക്കനലിൽ വെന്തുരുകുന്ന മാനവജനതയുടെ വേദന അതെത്ര തീവ്രമാണെന്ന്, ആ തീക്കനൽ അവരെ എത്രത്തോളം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഓർമ്മിപ്പിക്കുവാനായി ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ജ്വാല. നേരായില്ലേ? കുളക്കടവിൽ നിന്ന് ഇനി എത്താറായില്ലേ? ദേ വന്നല്ലോ അമ്മേ. ഏന് വല്ലാണ്ട് വിശക്കുന്നു. അത് കണ്ടോ, നല്ല ഞാലിപ്പൂവൻ. നമുക്കൊരെണ്ണം കിട്ടിയെങ്കിൽ. നീലി, വാ പോയി നോക്കാം. ആരവിടെ പഴം കട്ട് തിന്നുന്നു? ഇല്ല, ഞാനല്ല ഇതെല്ലാം തിന്നു തീർത്തത്. നല്ല ഞാലിപ്പൂവൻ. കൊതിയായപ്പോ ചോട്ടീന്ന് ഒരെണ്ണം തിന്നതാണേ. മാപ്പാക്കണേ. അപ്പോ കള്ളം പറയാനും അറിയാം അല്ലേ? നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. തൊഴുതു പിടിച്ച ശിരസ് നിവർത്തി വലം കൈയുടെ നെഞ്ചിലിടം കൈ പുറകിൽ വലം കാൽ മുന്നോട്ട് വെച്ച വലം കൈ നിവർത്തി ഗുരുക്കളുടെ പാദം തൊട്ട് നെറുകയിൽ വെച്ച് തൊഴുത് നിവർന്ന വലം കാൽ ഇടം കാലിനോട് ചേർത്ത പിന്നൂക്കം വലിഞ്ഞ് കൈ കൂപ്പി തൊഴുത കൈമുട്ട് ചേർത്ത് തൊഴുതു വന്ന ശിരസ് നിവർത്തി വലം കാൽ മുന്നോട്ട് വെച്ച പിന്നൂക്കം വലിഞ്ഞ് കൈ കൂപ്പി തൊഴുത കൈമുട്ട് ചേർത്ത് പുത്തറ തൊഴുത നിവർന്ന പുറകു തിരിഞ്ഞ വലം കാൽ ഇടം കാലിനോട് ചേർത്ത ശിരസ് നിവർത്തി വലം കാൽ മുന്നോട്ട് വെച്ച പിന്നൂക്കം വലിഞ്ഞ് കൈ കൂപ്പി തൊഴുത കൈമുട്ട് ചേർത്ത് ഭൂമി തൊഴുത നിവർന്ന ഇടം കാൽ വലം കാലിനോട് ചേർത്ത് ശിരസ് നിവർത്തി വലം കാൽ പുറകിറക്കി വലം കൈ ഉയർത്തി വരാഹ നിലയിൽ അമർന്ന തൊഴുതു വന്ന വിരിച്ച് പിന്നോക്കം വലിഞ്ഞ് കൈ കുപ്പി തൊഴുത കൈമുട്ട് ചേർത്ത് ഗജവടിവിൽ അമർന്ന മാറടക്കി സിംഹവടി പിടിച്ച വലതുയർത്തി വരാഹവടിവിൽ അമർന്നിരുന്ന തൊഴുത ചുഴറ്റി സർപ്പവടിവിൽ അമർന്ന പുറകു വലിഞ്ഞ് ചാടിത്തിരിഞ്ഞ അശ്വവടിവിൽ അമർന്നിരുന്ന മാറടക്കി വലതു തൂക്കി പുറത്തെത്തി മുന്നെത്തെട്ടി കേറിയടിച്ചു വാരിക്ക് വെട്ടി പുറത്തെത്തി തൊഴുതെടുത്ത
പുറകെട്ടി മുന്നെത്തട്ടി കേറിയടിച്ചു വാരിക്ക് വെട്ടി പുറകെട്ടി തൊഴിലെടുത്ത പുറകെട്ടി മുന്നെത്തട്ടി കേറിയടിച്ചു വാരിക്ക് വെട്ടി പുറകെട്ടി തൊഴിലെടുത്ത പുറകെട്ടി മുന്നെത്തട്ടി കേറിയടിച്ചു വാരിക്ക് വെട്ടി പുറകെട്ടി തൊഴിലെടുത്ത തട്ട് തട്ട ചുഴറ്റി ചുവടുന്നില്ല വലിച്ചടിച്ചമർന്നിരുന്ന നിവർന്ന തട്ട് ചവിട്ട് ഇടി വെട്ട് കൂട്ടിപ്പിടിച്ച് മുട്ടിനിടിച്ച ഒതുക്കിപ്പിടിച്ച് മത്സ്യം മയൂരത്തിലമർന്ന തൊഴുത കൈമുട്ട് ചേർത്ത് തൊഴുതു വന്ന ശിരസ് നിവർത്തി സമനില വീരനില. കളരി ആശാരും കളരി ദൈവങ്ങൾക്കും ദീനൊന്നുമില്ലല്ലോ അല്ലേ? ശാപ്പാടൊക്കെ വേഷായി കിട്ടുന്നു. നന്നായൊന്ന് പൂട്ടിയട്ടെ, ആഞ്ഞു വെട്ടട്ടെ. കുറച്ച് നാളായി ദേഹത്തിനൊക്കെ ഒരു തരിപ്പ് തുടങ്ങിയിട്ട്. ഇതെങ്ങനെ മാറ്റണം എന്ന് വിചാരിക്കുമ്പോഴാണ് പറ്റിയ ആൾ തന്നെ കൈ വന്നത്. ഇങ്ങ് വാ, നമുക്കൊരു കൈ നോക്കാം. കുഞ്ഞുണ്ണി, ഓ തമ്പ്രാൻ, കഴിഞ്ഞ തവണ നല്ല വിളവായിരുന്നു. ഓണത്തിന് കൃഷി ഇറക്കാൻ സമയമായിരിക്കണം. ആ മലയന്റെ കുടിയില് വെള്ളം കയറിയെന്നോ കിടക്കാൻ സ്ഥലമെന്നോ കേട്ടല്ലോ, ശരിയാണോ? ഇതൊക്കെ അവറ്റകള് വെറുതെ പറഞ്ഞല്ലേ തമ്പ്രാനെ. ഒന്നിനെ വിശ്വസിക്കാൻ പോയില്ല. കണ്ണ് തെറ്റിയ അപ്പ കട്ടു. എന്നാലും നമുക്ക് ഒരുപാട് വിളവ് തന്നല്ലേ അവറ്റകള്. നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിൽ താമസിച്ചോട്ടെ. എന്താ കുഞ്ഞുണ്ണി? ഓ ആയിക്കോട്ടെ തമ്പ്രാനെ. ആ പണിയെടുക്കാൻ അവറ്റകള് കെട്ടോണും കെട്ടിയോളും മിടുക്കരാണേ. കതിര് കതിര്
കൊയ്ത് കൂട്ടി വായോ. ഓണം വന്നേ ഓണം വന്നേ ഓടിവായോ കൂട്ടുകാരെ. ഓണം വന്നേ ഓണം വന്നേ ഓടിവായോ കൂട്ടുകാരെ. കാലത്തെ പൂക്കളത്തിൽ മാവേലി എത്തും പാടിയാടി തുമ്പിരുന്നാൻ കൂട്ടുകാരെത്തും. അങ്ങനെ വിടര് 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 ചിങ്ങപ്പൂവേ തുടരു തിന്തിനാട്ടം പെണ്ണേ. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ. കതിര് 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 കൊണ്ടുവായോ. കണ്ട കെട്ടി കൊയ്ത് കൂട്ടി വായോ. കതിര് 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 കൊണ്ടുവായോ. കണ്ട കെട്ടി കൊയ്ത് കൂട്ടി വായോ. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇബ്രാൻ കഴിഞ്ഞതുകൊണ്ട് ഇത്തവണ മഴവെള്ളത്തിൽ ഒലിച്ചു പോകുമെന്ന പേടിയൊന്നും വേണ്ട, അല്ലേ അഴകിയേ? അതെ അതെ, ഇമ്രാന്റെ നല്ല മനസ്സിന് നന്ദിയുണ്ടേ. ആട്ടെ, എന്താ അത് കയ്യില്? നോക്കട്ടെ. അതൊക്കെ പറയാം, നീ ആ തൂമ്പായിങ്ങെടുത്തേ. അച്ഛാ അച്ഛാ, എന്താ അത്? ഇതൊരു വാഴ തയ്യ്. ഇമ്രാന്റെ മനയില് വാഴ നട്ടതിൽ തിരിവ് വന്നതാ. തിരിവ് വന്നതോ? അതെന്താ അച്ഛാ? അത് ചില വാഴത്തൈകളൊക്കെ നട്ടാലും കിളിക്കില്ല, കിളിച്ചാലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ ഇത് നടുന്നേ? അത് എൻ്റെ മക്കൾ നന്നായി വെള്ളവും വളവുമൊക്കെ കൊടുത്താൽ ചിലപ്പോ അതിൽ കായ വന്നാലോ. അങ്ങനെ നോക്കിയപ്പോ അച്ഛൻ കരുതി ഇത് നമുക്കൊന്ന് നടാമെന്ന്. എൻ്റെ മക്കൾ നന്നായി നോക്കില്ലേ? നോക്കാം നോക്കാം. ശരി, എന്നാൽ നമുക്കിത് നടാം. മലയപ്പൂലയനമാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിലോരോരോ മരതകക്കുമ്പു പൊടിച്ചു വന്നു. അരുമക്കിടാങ്ങളിലൊന്നായതിനെയും അഴകിപ്പുലക്കള്ളിയോ മനിച്ചു. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയന്റെ മാടത്ത് പാട്ടുപാടി. അതാ നമ്മുടെ വാഴ വളർന്നല്ലോ. ഇനി പെട്ടെന്ന് തന്നെ വാഴക്കുല ഉണ്ടാവും. എന്നിട്ട് വേണം എൻ്റെ മക്കൾക്ക് അത് സമ്മാനമായി നൽകാൻ. അവിടെ ഇമ്രാന്റെ മക്കൾ പാൽക്കഞ്ഞി കുടിക്കുമ്പോൾ എൻ്റെ മക്കൾ വിശന്ന് കരയല്ലേ. അവർ ഒരു നേരമെങ്കിലും സ്വാദോടെ എന്തെങ്കിലും കഴിച്ചോട്ടെ. ആട്ടെ, ഇന്ന് ആരാ വാഴയ്ക്ക് വെള്ളം ഒഴിക്കുക? ഞാനും നീയും കൂടി ഒഴിക്കാം അച്ഛാ. ശരി, എന്നാൽ അച്ഛനും അമ്മയും പോയി വരട്ടെ. എൻ്റെ മക്കൾ വഴക്ക് കൂടരുത്. ഏന് ഒരു പഴം കൂടുതൽ തരണേ. വാഴമരമേ
പിന്നെ പിന്നെ കൊതിയൻ, അതിന് ഞാനല്ലേ നനച്ചത്, അപ്പൊ എനിക്കല്ലേ തരിക? അല്ല, അത് വളരുമ്പോ അച്ഛൻ അത് ആർക്കെങ്കിലും കൊടുത്തിട്ട് അരി വാങ്ങും. എനിക്കറിയാം. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ നീലിപ്പെണ്ണേ. ഞാളും അതിന്ന് ഒരെണ്ണം കഴിക്കാൻ മോഹിച്ചതാണേ. ഇതുവിധം നിത്യമാവാഴച്ചുവട്ടില കൊതിയ സമാജം നടന്നു വന്നു. കഴിവതും വേഗം കുലയ്ക്കണമെന്നുള്ളിൽ കരുതിയിരിക്കുമാ വാഴ പോലും. അവരുടെ ആഗ്രഹമത്രയ്ക്കഗാധവും അനുകമ്പനീയവുമായിരുന്നു. കൂട്ടുകാരെ, ഇത് കണ്ടോ? വാഴപ്പഴം, വാഴപ്പഴം നോക്ക്. ഹായ് ഹായ്, നല്ല മഞ്ഞ നിറം. അത് നീലിപ്പെണ്ണ് ഒറ്റയ്ക്ക് തിന്നും അല്ലേ? ഇല്ല ഇല്ല, എനിക്ക് ഉറപ്പാ നീലിപ്പെണ്ണ് നമുക്കും തരും. അല്ലേ പെണ്ണേ? അതെ അതെ, അവള് നമുക്കും തരും, നമുക്കും തരും. ചങ്ങടി
മുന്തകരെ മൂമാസം ചക്കേ മാങ്ങേ മൂമാസം ചേനേം ചേമ്പും മൂമാസം അങ്ങനെ പിന്നിങ്ങനെ മൂമാസം ഉച്ചക്കെട്ടി പാറോതി 12 അപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുമ്പം പിന്നാടി ഉച്ചക്കെട്ടി പാറോതി 12 അപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുമ്പം പിന്നാടി. ഹായ്, വാഴപ്പഴം. അതെനിക്ക് വേണം. അത് കിട്ടാൻ എന്താ മാർഗം കുഞ്ഞുണ്ണിയെ? അത് നമ്മുടെ മലയന്റെ ആണല്ലോ. അച്ഛൻ തമ്പുരാനോട് പറഞ്ഞാൽ ഈ കുഞ്ഞിന്റെ മോഹം അപ്പൊ തന്നെ നടത്തില്ലേ? നമ്മുടെ ഉണ്ണി ഒരു കൂട്ടം കണ്ടു മോഹിച്ചിരിക്കണു. നമ്മുടെ ആ പറമ്പിൽ അവിടെ ഒരു വലിയ വാഴക്കുല നല്ല വിളഞ്ഞിരിക്കുക. ഞാലിപ്പൂവരാണേ. തമ്പുരാൻ കൽപ്പിച്ചാൽ അടിയൻ അത് ഇവിടെ വരുത്തിക്കും. നമ്മുടെ ഉണ്ണിയുടെ ആഗ്രഹമല്ലേ? അത് വേണോ ഉണ്ണി? ഉണ്ണിക്ക് കഴിക്കാൻ നമ്മുടെ പറമ്പിൽ ധാരാളം ഉണ്ടല്ലോ. പറ്റില്ല, എനിക്ക് ആ കുല തന്നെ വേണം. മലയന്റെ മക്കൾക്ക് എന്തിനാ തമ്പുരാട്ടി വാഴപ്പഴം? അതും നമ്മുടെ പറമ്പിലെ വളവും വെള്ളവും ഇട്ട് വളർന്നതല്ലേ? അത് നമ്മുടെ ഉണ്ണിക്കുള്ളതല്ലേ? എന്നാ പിന്നെ കുഞ്ഞുണ്ണി ഉടൻ തന്നെ പോവാ. ആ മലയനോട് പറഞ്ഞ് വാഴക്കുല നിങ്ങൾ എത്തിക്കാൻ പറയാ. ആയിക്കോട്ടെ തമ്പുരാനെ. കുല വലുതായല്ലോ. നീ അടുത്ത് തന്നെ അത് വെട്ടാം. എന്റെ മക്കൾ ഒരുപാട് കൊതിച്ചതാ. അച്ഛാ, ഏൻ അമ്പ്രാന്റെ ഉണ്ണിക്കിടാവ് പഴം കഴിക്കണ കണ്ടു. അതിന്റെ അറ്റത്ത് ഒരു കഷ്ണം രുചിച്ചു നോക്കി. എന്ത് സ്വാദാണെന്നോ.
പക്ഷേ ഏൻ കട്ട തിന്നെന്നും പറഞ്ഞ് എന്നെ കള്ളീന്ന് വിളിച്ചു അവര്. എന്റെ മോള് കരയണ്ട. ഈ കുലയിൽ നിന്ന് അച്ഛൻ മോൾക്ക് ഒരുപാട് പഴം തരാം കേട്ടോ. ഹായ്, നല്ല വിളഞ്ഞ കുലയാണല്ലോ. ഇത് ഉടൻ തന്നെ വെട്ടിക്കൊണ്ട് വരും. തമ്പുരാന്റെ മനയിൽ എത്തിക്കണം. അറിയില്ലേ നിനക്ക്? എന്റെ മക്കൾ വെള്ളം നനച്ച് കണ്ണു നട്ട് കാത്ത വാഴക്കുലയായി മാനെ. എന്റെ മക്കളുടെ വിശപ്പകറ്റാൻ ഒരുപാട് വിയർപ്പൊഴുക്കി. ഈ കുല വരുന്നത് കാത്ത് കാത്ത് എന്റെ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയിട്ട് പോലുമില്ല. അയ്യോ, ഇത് മാത്രം എന്നോട് തരാൻ പറയരുത് ഏമാനെ. പ്രാണൻ പൊഴിയുന്ന വേദനയുണ്ടേ. ഏന അത് ആലോചിക്കാൻ പോലും വയ്യായേ. ഓഹോ, അത്രയ്ക്ക് നിൽക്കാറുണ്ടോ? കാണിച്ചു തരുന്നുണ്ട് ഞാൻ. അച്ഛാ, അച്ഛാ, അവർ നമ്മുടെ വാഴപ്പഴം എല്ലാം കൊണ്ടുപോകുമോ? ഇല്ല മക്കളെ, ഇല്ല. വാഴക്കൊലയുമായി മലയൻ പിന്നാലെ വരുന്നുണ്ടാവും അല്ലേ? എന്റെ പൊന്ന് തമ്പുരാനെ, അവൻ എന്നെ തല്ലിയാന്നേ ഉള്ളൂ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവറ്റവൾ അഹങ്കാരികളാണ്. കുല തന്നില്ലാന്ന് മാത്രല്ല, അസഭ്യം പറഞ്ഞു തമ്പുരാനെ. ആഹാ, അത്രയ്ക്ക് ധിക്കാരമോ? രുദ്ര, ഭദ്ര, വരിക. നമ്മൾ തന്ന എടുത്ത് കുടിയിരുന്ന് ഇത്ര ധിക്കാരമോ നിനക്ക്? നന്ദിയില്ലാത്ത വർഗമേ. ഭദ്ര, പോയി ആ വാഴക്കുല വെട്ടിക്കൊണ്ടുവരിക. അയ്യോ എന്റെ പൊന്നമ്പ്ര, അത് കൊണ്ടുപോവല്ലേ. എന്റെ മക്കൾ ആറ്റുനോറ്റ് വളർത്തിയതാണേ. അതുങ്ങളുടെ ഹൃദയം ഉരുകുന്നത് കാണാൻ ഏന് വയ്യായേ. അവർക്ക് സമ്മാനം കൊടുക്കാൻ വെച്ചതാണേ. എന്റെ മക്കൾ ഒരു നേരമെങ്കിലും തോട്ടിലെ വെള്ളം കുടിക്കാതെ സ്വാദോടെ എന്തെങ്കിലും കഴിച്ചോട്ടെ. അവർ പലപ്പോഴും പട്ടിണിയായ മാനെ, പട്ടിണിയാ. അയ്യോ, അത് വെട്ടി അവൻ തന്നെ ചുമക്കട്ടെ. അതിന്ന് ഒരു പഴ ഏന് തരുമോ തമ്പ്ര? വിശപ്പും കൊതിയും സഹിക്കുന്നില്ലേ? ഏൻ എന്റെ കൂട്ടുകാരികൾക്ക് നൽകാമെന്ന് വാക്ക് കൊടുത്തതാ അമ്പ്ര. ഒരെണ്ണം ഞങ്ങൾക്കും തരൂ. അച്ഛാ, അതിന്ന് ഒരെണ്ണം തരാൻ പറയൂ. മാറി നിൽക്കങ്ങോട്ട്. കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പിരാൻ, ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ. കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പിരാൻ, ഒരു വാഴ